ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങും മുമ്പ് തന്നെ ചർച്ചയായ പേരിൽ ഒന്നാണ് രേണു സുധീരയുടെ. സോഷ്യൽ മീഡിയ വലിയ വിവാദങ്ങളും വിമർശനങ്ങളും രേണുവിനെതിരെ കടപ്പിക്കുന്നതിന് അവർക്ക് ബിഗ് ബോസിൽ ക്ഷണം ലഭിക്കുന്നത്. തനിക്കെതിരെ ഉയർന്ന നെഗറ്റീവുകളെ കാര്യമാക്കാതെ വിമർശനങ്ങളെ ശക്തമായി നേരിട്ടുകൊണ്ട് രേണു സുധീർ ബിഗ് ബോസ് ഹൗസിലേക്ക് പോയപ്പോൾ വലിയ പ്രതീക്ഷയിലായിരുന്നു ഒരു വിഭാഗം ആരാധകരും. താൻ ബിഗ് ബോസിൽ ഫയറാകും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രേണു ഹൗസിലേക്ക് കയറിയത്. എന്നാൽ ഷോ തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തനിക്ക് ബിഗ് ബോസ് മടുത്തു എന്നാണ് രേണു പറയുന്നത്. കുടുംബത്തെയും കുട്ടികളെയും കാണാതെ ജീവിക്കാൻ സാധിക്കില്ലെന്നും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും രേണുസുതി ബിഗ് ബോസിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതിനിടെ രേണുവിൻ്റെ തലയിൽ മുഴുവൻ പേനാണെന്നുള്ള ആരോപണങ്ങളും ഹൗസിനുള്ളിൽ വന്നിരുന്നു. ഇതോടെ തനിക്ക് ചികിത്സയെടുക്കുന്നെന്നും ഇത്രത്തോളം അപമാനമായിട്ടും ഹൗസിൽ തുടരാൻ സാധിക്കുന്നില്ലെന്നുമായിരുന്നു രേണു ബിഗ് ബോസ് ടീമിനോട് അറിയിച്ചത്. എന്നാൽ വൈകാതെ തന്നെ രേണു തൻ്റെ ആവശ്യം പിൻവലിക്കുകയും ചെയ്തു. വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ വന്ന് ഇക്കാര്യം ചോദിച്ചു. രേണുവിനെ ഇവിടെ ആരും പിടിച്ചു നിർത്തിയിട്ടില്ലെന്നും വേണമെങ്കിൽ പ്രധാന വാതിൽ തുറന്നു നൽകാമെന്നും മോഹൻലാൽ പറഞ്ഞു. എന്നാൽ ചിരിച്ചുകൊണ്ട് തനിക്ക് വീട്ടിൽ പോകണ്ട എന്ന് അവർ വ്യക്തമാക്കി. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും രേണുസുതി തനിക്ക് വീട്ടിൽ പോകണമെന്ന് ഹൗസിൽ വെച്ച് കരഞ്ഞു പറഞ്ഞു. ബിഗ് ബോസ് എന്നെ വാതിലൂടെ പുറത്തു വിടൂ, എനിക്ക് വീട്ടിൽ വിടുമോ, എനിക്ക് വീട്ടിൽ പോകണം, എന്നെ മൈൻഡ് ഒട്ടും ഓക്കെയല്ല, എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം, ബിഗ് ബോസ് ആ പ്രധാന വാതിൽ ഒന്ന് തുറന്നു തരുമോ, ബിഗ് ബോസ് പ്ലീസ്, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് എൻ്റെ പിള്ളാരെ കാണാം, മനസ്സിന് പറ്റുന്നില്ല ബിഗ് ബോസ്, മനസ്സെന്നെ കൈവിട്ടു പോകുന്നു എന്നാണ് രേണുസുതി പറഞ്ഞത്. എന്തായാലും രേണുവിൻ്റെ ആവേശം ബിഗ് ബോസ് അംഗീകരിച്ചെന്നും അവരെ പോകാൻ അനുവദിച്ചുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവിടുന്ന റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ ഈ സീസണിൽ നിന്ന് ആദ്യമായി വാക്കൗട്ട് ചെയ്യുന്ന താരമായിരിക്കും രേണുസുതി. നേരത്തെ നെവിൻ ഹൗസിൽ നിന്ന് വാക്കൗട്ട് ചെയ്തിരുന്നു. ആദിര്യൻ നൂറിൻ പ്രകോപിപ്പിച്ചപ്പോഴാണ് താൻ ഹൗസിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നതെന്ന് നെവിൻ അറിയിച്ചത്. ഉടൻ തന്നെ ബിഗ് ബോസ് ഹൗസിൽ വാതിൽ തുറന്നു കൊടുത്തു. ബിഗ് ബോസിന്റെ നീക്കം നെവിനെയും അമ്പരപ്പിച്ചിരുന്നു. എന്നാൽ തൻ്റെ അടുത്ത ചാട്ടമാണെന്ന് കാണുന്ന നെവിൻ ബിഗ് ബോസിനെ അറിയിക്കുകയും ഹൗസിൽ നിന്ന് പോകാൻ അനുവദിക്കണമെന്ന് പൊ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇതോടെ നെവിൻ ഹൗസിലേക്ക് തിരിച്ചു കയറുകയായിരുന്നു. അതിനെ വീക്കെൻഡ് എപ്പിസോഡിൽ അപ്പാനി ശരത്തും പുറത്തായെന്ന വാർത്തകൾ വരുന്നുണ്ട്. ഹൗസിലെ പ്രധാന ഗ്രൂപ്പുകളൊന്നായ തലവനായിരുന്നു അപ്പാനി. 15 പേരുള്ള എവിക്ഷൻ ലിസ്റ്റിൽ നിന്ന് അപ്പാനി പുറത്തു പോയിരുന്നത് തികച്ചും അൺഫെയർ ആയിരിക്കുമെന്ന് ബിഗ് ബോസ് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു. സാധാരണ നിലയിൽ 60 ദിവസം കഴിയുമ്പോൾ നടക്കുന്ന എവിക്ഷനിൽ അൺഫെയറായി തോന്നിയിട്ടുണ്ടെങ്കിലും അപ്പാനി പുറത്താൽ പ്രേക്ഷകർ ശരിക്കും ഞെട്ടും എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു.